ഹായ്, നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങൾക്കൊട്ടും വില തരുന്നില്ലേ? നിങ്ങൾ ആത്മാർത്ഥതയോടെ പെരുമാറിയിട്ടും അവരിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് അവഗണനയാണോ? അവർ നിങ്ങളെ വിളിക്കുന്നതും കാണുന്നതുമൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് വില കെട്ടണം എന്നാഗ്രഹിക്കുന്നിടത്ത് നിങ്ങളുടെ അവൈലബിലിറ്റി കുറക്കുക. എപ്പോഴും നിങ്ങൾ അവർക്ക് ഒരു വിളിപ്പുറത്തുണ്ടെങ്കിൽ, അവൈലബിൾ ആയാൽ, എപ്പോൾ വിളിച്ചാലും നിങ്ങളെ കിട്ടും എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായാൽ നിങ്ങളുടെ വാല്യൂ കുറയും. നിങ്ങളൊന്ന് ബിസിയാകുന്നത് പോലും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ഒന്ന് മിസ് ചെയ്യാൻ പോലും നിങ്ങളൊരവസരം കൊടുക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അതിനൊരവസരം കിട്ടുന്നില്ലെങ്കിൽ, പിന്നെ അവർക്കിടയിൽ നിങ്ങൾക്കെന്ത് വില? നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകുമെന്നൊരു തോന്നലാണ് ഇതിന് കാരണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുറച്ച് ബിസി ആകുക, നമ്മുടെ വാല്യൂ കൂട്ടുക. ഇനി ഫോൺ വിളിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ 10 മിനിറ്റും കഴിഞ്ഞ് വേറൊരു 10 മിനിറ്റും കൂടെ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ വാല്യൂ കൂട്ടുക. എന്നാൽ എപ്പോഴും ഇതുപോലെ ചെയ്ത് പ്രശ്നമാക്കരുത്. അങ്ങനെയായാൽ വാല്യൂ നോക്കി വരുമ്പോഴേക്ക് ബന്ധങ്ങൾ വെള്ളത്തിലാകും. നിങ്ങളുടെ പാർട്ട്ണറുടെ ക്യാരക്ടർ നോക്കണം. വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന മൈൻഡാണെങ്കിൽ ഈ വക അടവൊന്നും അവിടെ പോവില്ല, അവിടെ ഗുദാവഹയാവും. വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ആളും തരവും നോക്കാതെ, സമയവും സന്ദർഭവും നോക്കാതെ മണ്ടത്തരങ്ങൾ ചെയ്യരുത്. എല്ലാറ്റിനും അതിൻ്റേതായ സമയമില്ലേ ദാസ എന്നാണ് സുപ്രസിദ്ധ വിജയൻ ദാസൻ കഥ നമ്മളോട് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അവനവൻ്റെ സ്നേഹഭാജനത്തിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് സ്വഭാവങ്ങൾ അവനവനെ അറിയൂ. നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ വിജയം സുനിശ്ചിതം. അവൈലബിലിറ്റി കുറഞ്ഞാലും കൂടിയാലും കിട്ടുന്ന ടൈം മാക്സിമം എൻജോയ് ആൻഡ് പവർഫുൾ ആക്കാൻ നോക്കുക. എങ്ങനെയെന്നാൽ, കാണുമ്പോൾ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ തൊട്ട് അവസാനം വരെ നിന്നോട് പറയണോ, നിനക്കറിയില്ലേ, നീ അത് ചെയ്തില്ല, ഇതെന്താ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഞാൻ കണ്ടില്ലേ എല്ലാം സെറ്റ് ചെയ്ത്, ഇങ്ങനെ പരാതിയും പരിഭവവും താരതമ്യവും ഒക്കെ നടത്തി നിങ്ങൾക്കും അവർക്കും ഒരു തരത്തിലും എൻജോയ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങളോട് അവർക്കൊരു തരത്തിലും കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു മൂഡില്ലാതാക്കരുത്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അവരോട് തുറന്ന് പറയുക. നിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് ഒന്നും അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല. നീ പറയാതെ അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഒരുപക്ഷെ അവർക്കുണ്ടായിരിക്കില്ല. അതുകൊണ്ട് നിൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നും നീ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നും അവരോട് പറയുക. നിൻ്റെ താല്പര്യങ്ങൾ, നിങ്ങളുടെ ഇഷ്ടക്കുറവ്, വെറുപ്പ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം അവരോട് തുറന്നു പറയുക. പക്ഷേ ഇതൊക്കെ തുറന്നു പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ മാനിക്കാൻ നോക്കുക. അവരുടെ വാക്കുകൾക്കൊരു വില കൊടുക്കുക. അവർ എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും ഒപ്പം നിൽക്കണം എന്നല്ല പറയുന്നത്. ആ ഒരു സംസാരം, ആ ഒരു തീരുമാനം അവരിൽ നിന്ന് കേട്ട് അത് ഓക്കെ ആണെങ്കിൽ അത് ജീവിതത്തിലേക്ക് പകർത്താനൊക്കെ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ആയാൽ ഏതൊരു ബന്ധവും മുന്നോട്ട് പോകുന്നത് വളരെ രസകരമായിട്ടായിരിക്കും. ഒരുപക്ഷെ ഇങ്ങനെ അല്ലെങ്കിൽ അതൊരു കാട്ടാള ജീവിതത്തിന് സമാനവുമായിരിക്കും. അതുകൊണ്ട് സമാധാനത്തോടെ ഒത്തൊരുമയോടെ ജീവിക്കാനുള്ള പരിശ്രമങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ മോട്ടിവേഷൻ മലയാളം.